UPI ആപ്പായ ഫോൺ പേയിൽ നമ്മൾ ക്യാഷ് അങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോഴും അതേപോലെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോഴുമൊക്കെ ഒരു UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്താലാണ് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുക അല്ലേ? എന്നാൽ ഇപ്പോൾ 5000 രൂപ വരെയുള്ള ട്രാൻസാക്ഷനുകൾക്ക് UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ ഫിംഗർ പ്രിന്റ് ഓപ്ഷനിലൂടെ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് UPI പിൻ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള സമയം കളയണ്ട. അതേപോലെ UPI പിന്നിനേക്കാൾ ഒന്നുകൂടി സേഫ്റ്റിയുള്ള ട്രാൻസാക്ഷൻ ആണത്. അപ്പോൾ ഫിംഗർ പ്രിന്റ് ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഈ ഒരു ഓപ്ഷനിലൂടെ എങ്ങനെ ക്യാഷ് സെൻഡ് ചെയ്യാമെന്നും ഞാൻ കാണിക്കാം. ഫോൺ പേ ആപ്പിനെ സംബന്ധിച്ച് എല്ലാ വീഡിയോകളും തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇവയിൽ പ്രസ് ചെയ്തുകൊണ്ട് യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയായിട്ടുള്ള സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. എങ്കിലൊക്കെ ഫിംഗർ പ്രിന്റ് ഓപ്ഷനിലൂടെ എങ്ങനെ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോൺ പേക്ക് ഹോം സ്ക്രീൻ ലോക്കായിട്ട് ഞാൻ ഫിംഗർ പ്രിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വിരൽ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന ഹോം സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലെ ഈ കോർണറിൽ ഇവിടെ പ്രൊഫൈൽ കാണുന്നില്ലേ? അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിൻ്റെ നടുവിലായിട്ട് മാനേജ് പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ? അതിൽ നമ്മൾ ടച്ച് ചെയ്യണം. അപ്പം ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിനെ ഞാൻ മുകളിൽ ഒന്ന് നീക്കുന്നു. ഇപ്പൊ ഈ താഴെ കാണുന്ന ഐക്കണുകളിൽ ഫസ്റ്റിലുള്ള ബയോമെട്രിക് പേ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഫിംഗർ പ്രിന്റ് ലോക്ക് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുക. അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ സ്ക്രീനിലേക്ക് എത്തുന്നതിനായിട്ട് മറ്റൊരു മാർഗം കൂടിയുണ്ട്. അതിനായിട്ട് ഞാൻ ബാക്ക് അടിച്ചിട്ട് ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി സ്ക്രീനിനെ മുകളിലേക്ക് ഒന്ന് നീക്കുന്നു. ഇപ്പൊ ദാ ഇവിടെ കണ്ടില്ലേ, മാനേജ് പേയ്മെന്റ്സ് എന്ന ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. ആ ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് വ്യൂ ആൾ എന്ന് കാണുന്നില്ലേ? അതിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്യുമ്പോഴും ബയോമെട്രിക് പേ എന്ന ഓപ്ഷനുള്ള ഈ സ്ക്രീനിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഇനി ഞാൻ ആ ബയോമെട്രിക് പേ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് UPI പിന്ന് നമ്മളിങ്ങനെ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉപയോഗിക്കുമ്പോൾ ആവശ്യമില്ല എന്നാണ്. രണ്ടാമത്തത് 5000 രൂപ വരെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാമെന്നാണ്. അതിന് താഴെ ഇത് സുരക്ഷിതമായ മാർഗമെന്നുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനും താഴെ ഒരു വൈറ്റ് കളറിൽ ഒരു ബോക്സ് കാണുന്നില്ലേ? അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ താഴെയുള്ള ബോക്സിൽ 2 ബാങ്കുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് കനറ ബാങ്ക്, 2 ഫെഡറൽ ബാങ്ക്. ഞാൻ ഫോൺ പേയിൽ ഈ 2 ബാങ്ക് അക്കൗണ്ടുകളും ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് 2 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം കനറ ബാങ്ക് അക്കൗണ്ടിന് ഫിംഗർ പ്രിന്റ് ലോക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. അതിനായിട്ട് കനറ ബാങ്ക് എന്ന ഈ ഓപ്ഷനിലോ അല്ലെങ്കിൽ അതിന്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് ആക്ടിവേറ്റ് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിലോ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ ആ കനറ ബാങ്ക് എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ താഴെ കാണിച്ചിരിക്കുന്ന ബോക്സിൽ നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ടെങ്കിൽ, അത് നമ്മൾ എനേബിളും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോക്ക് തന്നെയാണ് ഇത് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെയായിട്ട് എഗ്രി ആൻഡ് ആക്ടിവേറ്റ് എന്നൊരു ബ്ലൂ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കനറ ബാങ്ക് അക്കൗണ്ടിനായിട്ട് ഞാൻ ഫോൺ പേയിൽ ഒരു UPI പിന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ 6 UPI പിന്ന് താഴെ കാണുന്ന കീബോർഡിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ കീബോർഡിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നെക്സ്റ്റ് എന്ന ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അതിൽ ടച്ച് ചെയ്തതും സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് ദാ ഇവിടെ ഫിംഗർ പ്രിന്റ് ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് ലോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ ഫോണിന്റെ സെറ്റിംഗ്സിൽ ആ ഫിംഗർ പ്രിന്റ് ലോക്ക് എനേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോഴേ ഇവിടെ സ്ക്രീനിൽ ഈ ഫിംഗർ പ്രിന്റിന്റെ ഓപ്ഷൻ കാണിക്കുകയുള്ളൂ. ഇനി ഞാൻ എൻ്റെ വിരൽ അതിൽ വെച്ചുകൊണ്ട് അത് എനേബിൾ ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ വിരൽ അതിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ കനറ ബാങ്ക് അക്കൗണ്ടിന്റെ ട്രാൻസാക്ഷന് ഫിംഗർ പ്രിന്റ് ലോക്ക് എനേബിൾ ആയി കഴിഞ്ഞു. ഇനി സ്ക്രീനിന്റെ താഴെയായി കാണിച്ചിരിക്കുന്ന ഡണ്ണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിന് ഞാൻ ഫിംഗർ പ്രിന്റ് ലോക്ക് എനേബിൾ ചെയ്യാൻ പോവുകയാണ്. അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. അങ്ങനെ അത് എനേബിൾ ചെയ്ത ശേഷം UPI പിന്നിന് പകരം ഫിംഗർ പ്രിന്റ് ലോക്കിലൂടെ ഞാൻ ക്യാഷ് സെൻഡ് ചെയ്തും കാണിക്കാം. അപ്പം ഞാൻ ആ ഫെഡറൽ ബാങ്ക് ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇനി നേരത്തെ ചെയ്ത പോലെ ആ താഴെ കാണിച്ചിരിക്കുന്ന എഗ്രി ആൻഡ് ആക്ടിവേറ്റ് എന്ന ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു.
ഇപ്പോൾ അടുത്തതായിട്ട് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിനായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. ഞാൻ കാനറ ബാങ്ക് അക്കൗണ്ടിന് 6 അക്കങ്ങളുള്ള UPI പിന്നാണല്ലോ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. എന്നാൽ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിന് എനിക്ക് 4 അക്കങ്ങളുള്ള UPI പിന്നാണ് ഉള്ളത്. അപ്പം ഞാനതിവിടെ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് ആ നെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് ലോക്ക് താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിന് ഫിംഗർ പ്രിന്റ് ലോക്ക് എനേബിൾ ആയി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് ഹോം സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഞാൻ വീണ്ടും ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഈ ഹോം സ്ക്രീനിന്റെ മുകളിലായിട്ടുള്ള ആ 4 ഐക്കണുകളിൽ ആദ്യത്തെ ടു മൊബൈൽ നമ്പർ എന്ന ഐക്കണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ പേയും ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെയുള്ള ഓപ്ഷനുകളിൽ ആദ്യത്തെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഞാൻ ഫോൺ പേയിൽ നിന്ന് ഗൂഗിൾ പേയുമായി ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ച ക്യാഷിന്റെ വിവരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് എൻ്റർ എമൗണ്ട് എന്ന് കാണുന്നില്ലേ, അതിൽ ഞാനൊന്ന് ടച്ച് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഞാനൊരു 1000 രൂപ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ കീബോർഡിന്റെ റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന പേ എന്ന ഗ്രീൻ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ പേ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണയായിട്ട് UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീൻ ആണല്ലോ ഓപ്പൺ ആവുക. എന്നാൽ അതിന് പകരമായിട്ട് ഇവിടെ സ്ക്രീനിന്റെ താഴെ ഫിംഗർ പ്രിന്റ് ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ വിരൽ അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും തന്നെ ആ ക്യാഷ് സെൻഡ് ആയി കഴിഞ്ഞു. ഇനി മുതൽ ഞാൻ ഫോൺ നമ്പറിലൂടെയോ അല്ലെങ്കിൽ UPI ID അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതും അല്ലെങ്കിൽ QR കോഡ്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ പേയിൽ ഞാൻ 5000 രൂപ വരെ സെൻഡ് ചെയ്യുമ്പോൾ ഇനി മുതൽ UPI പിന്നിന് പകരം ഫിംഗർ പ്രിന്റ് ലോക്കാണ് കാണിക്കുക. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു, വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.